ഈയിടെ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിവാദമാണ് പ്രമോഷന്റെ ഭാഗമായി ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന പോസ്റ്റർ ഇറക്കിയ മുസ്ലിം ഹോട്ടലുകാരനെതിരെ ഉണ്ടായ കോലാഹലവും അറസ്റ്റും. ഒന്നാമതായിട്ട് പറയട്ടെ, വർഗീയ ധ്രുവീകരണം ഒരു യാഥാർത്ഥ്യമായ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു സാഹസം വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിരുന്നാലും കേരള സമൂഹത്തിൻ്റെ നിലനിൽപ്പ് മുൻനിർത്തി ചില കാര്യങ്ങൾ നാം ചർച്ച ചെയ്യാതെ നിവൃത്തിയില്ല. ഇവിടെ വിവാദമായിരിക്കുന്നത് ബീഫ് കഴിക്കുന്നത് പോലുമല്ല, മറിച്ച് ചിക്കൻ കഴിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നു മുതലാണ് കേരളീയർക്ക് ബീഫും ചിക്കനുമൊക്കെ വർജ്യമായി തുടങ്ങിയത്? BJPയുടെയും സംഘപരിവാറിൻ്റെയും അടിവേരായ നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിസത്തിൻ്റെ തള്ളിക്കയറ്റമാണ് ഇവിടെ പ്രകടമാകുന്നതെന്ന് കാണാം. തമാശ എന്തെന്നാൽ കേരളത്തിൽ ബ്രാഹ്മണർ വളരെ ചുരുക്കമാണെന്ന് മാത്രമല്ല, അവർ ഇത്തരം വിഷയങ്ങളിൽ ചിത്രത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. ബീഫ് ഒരു വികാരമായ കേരളത്തിലെ ദ്രാവിഡൻ പോലും മുസ്ലിം ഫാക്ടർ ഉള്ള വിഷയങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ പോലും ന്യൂനപക്ഷമായ ബ്രാഹ്മണനായി രൂപാന്തരപ്പെടുന്ന പുതിയ സാഹചര്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈ ഐഡിയോളജിക്കൽ അധിനിവേശത്തിൻ്റെ മറ്റൊരു അനന്തരഫലം കൂടി നാം കാണുകയാണ്. പാമ്പ് കടിയേറ്റ് ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ട ഞെട്ടലിലാണ് നാം ഇപ്പോൾ. എന്നു മുതലാണ് വിഷപ്പാമ്പ് നമുക്ക് അതിഥിയും ദൈവവുമൊക്കെ ആയി തുടങ്ങിയത്? അതിനുള്ള ഉത്തരം എന്നു മുതലാണോ തീന്മേശയിലല്ലെങ്കിലും മലയാളിയുടെ മനോമണ്ഡലത്തിൽ മാംസം വർജ്യമായി തുടങ്ങിയത് അന്നു മുതലാണ് എന്ന് തന്നെയാണ്. തെളിച്ചു പറഞ്ഞാൽ അതും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിസത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. ഇത് പാമ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഇന്ന് കേരളത്തിൻ്റെ റോഡുകൾ കീഴടക്കിയിരിക്കുന്ന പട്ടികളുടെയും കാര്യം കൂടിയാണ്. കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ ആന, പുലി, ചെന്നായ, കടുവ തുടങ്ങി സകലമാന ഹിംസ്ര ജന്തുക്കളും കയറി മേവുന്നത് കാരണം തദ്ദേശീയരായ ആളുകൾ വീട് വിറ്റ് ഓടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പാമ്പ് മാത്രമല്ല, നരഭോജികളായ കടുവയും സിംഹവും പുലിയും വരെ മനുഷ്യനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിന് പിറകിൽ മേനകാ ഗാന്ധിയുടെ മൃഗസ്നേഹമല്ല, മറിച്ച് അവരുടെ ജാതിയും പാർട്ടിയും ദക്ഷിണേന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത് തന്നെയാണ്. വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലുന്നതും നരഭോജിയായ കടുവയെ വകവരുത്തുന്നതും ജനസേവനമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്ഷുദ്രജീവികളെ തൊട്ടാൽ അകത്താകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സംഘപരിവാറിന് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള താക്കോൽ പഴുതിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അന്ധമായ മുസ്ലിം വിരോധം മാത്രം മുൻനിർത്തി മനുഷ്യത്വമോ സംസ്കാരമോ തൊട്ടു തീണ്ടാത്ത, ഒരു കാലത്ത് ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വവും മാത്രം സംഭാവന നൽകിയ, ഇന്നും UPയിലെയും ബീഹാറിലെയുമൊക്കെ മനുഷ്യജീവിതത്തെ മൃഗതുല്യമാക്കുന്ന ഒരു വ്യവസ്ഥയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളും കൂടി ഉണ്ട് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. മേനകാ ഗാന്ധിക്ക് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ ആളുകൾ പാമ്പുകടി കൊണ്ടോ ആന ചവിട്ടിയോ കടുവ പിടിച്ചോ ചാവുന്നത് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി കേരളം വാഷ് ഔട്ട് ആവുന്നത് പോലും വിഷയമല്ല. അവർക്ക് അവരുടെ ഫുട് പ്രിന്റ് ഇവിടെ വളർത്തുക എന്നുള്ളത് മാത്രമാണ് മുഖ്യ പരിഗണന. മുസ്ലിങ്ങൾക്കിട്ട് കൊട്ടാൻ ഒരവസരവും പാഴാക്കാതിരിക്കാൻ ഇടവും വലവും നോക്കാതെ വടക്കേ ഇന്ത്യക്കാരൻ്റെ ബ്രാഹ്മണ മതത്തെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിൻ്റെ ദ്രാവിഡൻ്റെ പുതിയ തലമുറ കേരളത്തിൻ്റെയും മലയാളികളുടെയും താല്പര്യങ്ങളല്ല ഇതിലൂടെ സംരക്ഷിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ നല്ലത്.